Hi friends, welcome to Lindsay's Link. ഇന്ന് ലിൻസീസ് ലിങ്കിൽ ഞാൻ കാണിക്കുന്നത് എൻ്റെ വീട്ടിലെ ഹാങ്ങിങ് ചെടികളാണ്. നമ്മുടെ വീട്ടിലൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് ചെടികൾ. ഇപ്പം എസ്പെഷ്യലി ഇപ്പം പ്രത്യേകിച്ച് ഒരു ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് ചെടികൾ, ഹാങ്ങിങ് ചെടികൾ. അന്നേരം എൻ്റെ കയ്യിലുള്ള വെറൈറ്റീസ് ഓഫ് നമ്മുടെ ഹാങ്ങിങ് ചെടികളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അന്നേരം നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അതിന് ആദ്യം തന്നെ നമ്മൾ കാണുന്ന ഈ ചെടി എന്ന് പറഞ്ഞാൽ ഹെമിഗ്രാഫിസ് റെപ്പൻഡ എന്ന് പറയുന്ന ഒരു ചെടിയാണ്. ഇതിന് ഡ്രാഗൺ ടങ് എന്നും പേരുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചെറിയ ഇലകളൊക്കെ ഉള്ള ചെടിയാണ് ഈ ഹെമിഗ്രാഫിസ് എന്ന് പറയുന്നത്. ഇതിന് ഒരു വൈറ്റ് കളറിലുള്ള ചെറിയ കുഞ്ഞി പൂക്കൾ വരികയും ചെയ്യും. അതായത് നമ്മുടെ പൂക്കൾ കണ്ടു കഴിഞ്ഞാൽ ചെറിയ തുമ്പപ്പൂവ് പോലെയൊക്കെ ഇരിക്കും. അതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പൂക്കൾ ഈ ചെടിക്കകത്ത് ഉണ്ടാകാറുണ്ട്. അന്നേരം ഇതിൻ്റെ മുകൾ ഭാഗം എന്ന് പറഞ്ഞാൽ ഒരു പച്ച നിറവും ഇതിൻ്റെ അടിഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പർപ്പിൾ നിറവുമാണ് ഈ ഇലയുടെ ഒരു കളറെന്ന് പറഞ്ഞത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ചെടിയാണ്. ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ വളരെ നല്ലൊരു ഓപ്ഷനാണ്. അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് എൻ്റെ ബ്രൊമീലിയാഡ് പ്ലാന്റ് ആണ്. ഇതാണ് എൻ്റെ ബ്രൊമീലിയാഡ് പ്ലാന്റ്. ഇത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് വീട്ടിലൊക്കെ ഹാങ്ങിങ് പോട്ടിൽ നിർത്താൻ പറ്റിയ ഒരു ചെടിയാണ്. ഇത് എപ്പിഫൈറ്റ് കൂടിയാണ്. ഇത് നമ്മളിപ്പം ഉണങ്ങിയ തടിയിലോ അങ്ങനെ എന്തെങ്കിലും വെക്കുന്നത് അത് നല്ലതുപോലെ പറ്റി പിടിച്ച് അത് കിളിച്ച് വരുന്ന ടൈപ്പ് ചെടിയാണ് ഈ ബ്രൊമീലിയാഡ്. ഇതിന് നമ്മൾ ഒരുപാട് മണ്ണോ അങ്ങനെ ഒന്നും വേണ്ട ആവശ്യമില്ല. നമ്മൾ ഇൻ കേസ് വെള്ളം ഒഴിച്ചില്ലെങ്കിലും ഇതിന് ഒരു കുഴപ്പവും ഇല്ലാതെ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കുറേ ദിവസം വെള്ളം ഒഴിക്കാതിരുന്നാലും ഈ ചെടിക്ക് ഒരു കുഴപ്പവുമില്ല. ഇത് കണ്ടോ, ഇതിന് ഒരുപാട് മണ്ണൊന്നും ഞാൻ വെച്ച് കൊടുത്തിട്ടില്ല. ഒരു കുറച്ച് മണ്ണിലാണ് ഇത് നല്ലപോലെ പറ്റി പിടിച്ച് ഇങ്ങനെ കിളിച്ച് നിൽക്കുന്നത്. നല്ല ഗ്രീൻ കളർ കൂടിയാണ്. അത് മാത്രമല്ല അതിൻ്റെ പുറത്തൊക്കെ ചാരം പോലെ ഒരു ഷെയ്ഡ് കൂടിയുണ്ട്. പിന്നെ ഇതിന് ഇപ്പം സീസൺ അല്ലാത്തത് കൊണ്ടാണ്, സീസണിൽ ഇതിന് നല്ല ഭംഗിയുള്ള അതായത് നല്ലൊരു പിങ്ക് നിറത്തിലുള്ള പൂവാണ് ഈ ബ്രൊമീലിയാഡ് പ്ലാന്റിൻ്റെ ഞാൻ കണ്ടിട്ടുള്ളത്. നല്ലൊരു പ്ലാന്റാണിത്. നമുക്ക് ഹാങ്ങിങ് പോട്ടിലൊക്കെ നിർത്താൻ പറ്റിയ ടൈപ്പ് ചെടിയാണിത്. പിന്നെ ഞാൻ ഇടയ്ക്ക് കുറച്ച് എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ ഇതൊരു നമ്മുടെ ഡെൻഡ്രോബിയത്തിൻ്റെ പൂവ് ഒടിഞ്ഞു പോയതാണ്. ഒടിഞ്ഞിപ്പം അറിയാതെ എൻ്റെ കൈ കൊണ്ട് ആ ചെടിയൊന്ന് മാറ്റിയപ്പം ഒടിഞ്ഞു പോയതാണ്. ഓർക്കിഡ്സ് എല്ലാം ഇപ്പോഴും നല്ല ഓപ്ഷനാണ്. ഹാങ്ങിങ് പോട്ടിലൊക്കെ നിർത്താൻ വളരെ നല്ലതാണ്. എസ്പെഷ്യലി അതിൻ്റെ പൂക്കളോടുകൂടിയൊക്കെ നിൽക്കുന്നത് കാണാൻ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഈ ഓർക്കിഡ്സിനെന്ന് പറഞ്ഞാൽ ഒരുപാട് കെയർ ഒന്നും വേണ്ട. നമ്മൾ മാസത്തിലൊരിക്കലൊക്കെ ഒന്ന് ഫെർട്ടിലൈസേഷൻ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അതായത് ഓർക്കിഡ് ബ്ലൂമോ അങ്ങനെയൊക്കെ ഉള്ളത് കിട്ടും. അത് മാത്രമല്ല നാച്ചുറൽ സ്പ്രേസ് നമുക്ക് ഉണ്ടാക്കി അടിക്കാൻ പറ്റും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ഈ ഓർക്കിഡിനകത്തൊക്കെ പൂവ് കിട്ടുകയും ചെയ്യും. അന്നേരം ഓർക്കിഡ് നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റാണ്. അതുപോലെ ഹാങ്ങിങ്ങിന് പറ്റിയ ഒരു പ്ലാന്റ് കൂടിയാണ് ഈ ഓർക്കിഡ്സ്. പിന്നെ ഇത് നിങ്ങൾക്കറിയാമല്ലോ, ഒരു എയർ പ്ലാന്റ് ആണ്. ഇത് കൊക്കഡമ ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിലാണ് വെച്ചത്. ആക്ച്വലി കൊക്കഡമയ്ക്കകത്തെ ചെടി ആദ്യം ഉണങ്ങിപ്പോയായിരുന്നു. വേറൊരു ചെടി ഉണങ്ങിപ്പോയപ്പോൾ ഞാൻ ഈ ഒരു പ്ലാന്റ് ഒരു പരീക്ഷണം പോലെ വെച്ച് കൊടുത്തത്. പക്ഷേ ഇത് പരീക്ഷണം പോലെ വിജയിച്ചു എന്ന് മാത്രമല്ല, അതിൻ്റെ അകത്ത് പുതിയൊരു ബ്രാഞ്ച് കൂടി അതിൽ നിന്ന് വരാൻ തുടങ്ങി. അന്നേരം ഞാൻ ഹാപ്പിയായി. നല്ല രസമുണ്ട്. ഇത് കൊക്കഡമയ്ക്കകത്ത് ഈ ഒരു പ്ലാന്റ് നിൽക്കുന്നത് കാണാൻ ഒത്തിരി ബ്യൂട്ടിഫുള്ളാണ്. ഈ വീഡിയോയിൽ എത്ര ശരിയായി എന്നെനിക്കറിയത്തില്ല, പക്ഷെങ്കിൽ ഇത് ഇങ്ങനെ വെച്ചപ്പോൾ നല്ലൊരു ഭംഗിയായിട്ടുണ്ട് കാണാൻ. എയർ പ്ലാന്റ് ആണിത്. അന്നേരം ഈ പ്ലാന്റിൻ്റെ പേര് നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണിത്. ലീഫി പ്ലാന്റ് ആണ്. ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് പൂ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനത്തെ ഒരു ലീഫി പ്ലാന്റ് ആണ്. കാണാൻ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണിത്. അതേപോലെ കൊക്കഡമ നമുക്ക് ഹാങ്ങിങ്ങിന് വളരെ നല്ലതാണ്. കൊക്കഡമയ്ക്കകത്ത് പലതരത്തിലുള്ള ചെടികൾ നമുക്ക് തൂക്കിയിടാൻ പറ്റും. കൊക്കഡമയിൽ ഞാൻ ടട്ടിൽ വൈനൊക്കെ വെച്ചു. അതൊക്കെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. ഞാനത് കാണിച്ചു തരാം. അന്നേരം ഈ ഹാങ്ങിങ് ചെടികൾ എന്ന് പറഞ്ഞാൽ ഇപ്പം കൂടുതൽ ഒരുപാട് പേർക്ക് ട്രെൻഡിങ് ആയിട്ട് മിക്കവർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പിലുള്ളതാണ്. അന്നേരം നമ്മൾക്ക് ഇഷ്ടമുള്ള ചെടികൾ നമുക്ക് ഇതേപോലെ ഹാങ്ങിങ് ബാസ്ക്കറ്റ്സിലൊക്കെ പോട്ടിലൊക്കെ ആക്കി തൂക്കിയിട്ടാൽ നല്ല രസമാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ പെലിയോണ റെപ്പൻസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്.
ഇതിൻ്റെ പല ഡിഫറെൻറ്റ് വേരിയേഷൻസ് ഉണ്ട് പ്ലാന്റ്സിൻ്റെ. ഇതിൻ്റെ ലീഫിൽ പല പല വേരിയേഷൻസ് ഉള്ള പ്ലാന്റ്സ് ഉണ്ട്. ഇതൊരു വാട്ടർമെലൺ പിലിയോണ എന്ന് പറയുന്ന ടൈപ്പ് ഉള്ള ഒരു ചെടി. കണ്ടോ, ഇതിൻ്റെ അകത്ത് ചെറിയ പൂക്കളും വരുന്നുണ്ട്, കുഞ്ഞി പൂക്കളാണ് ഇതിൻ്റെ വരുന്നത്. പിന്നെ ഇതിൻ്റെ ലീവ്സ് കാണാൻ, അതിൻ്റെ പാറ്റേൺ കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. ഇത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയായിരിക്കും, നമ്മുടെ ടാങ്കിൾഡ് ഹാർട്ട് എന്ന് പറയുന്ന ഹാങ്ങിങ് ചെടിയാണിത്. ഇത് ഞാനിതുപോലെ ഹാങ്ങിങ് പോട്ടിലാണ് വെച്ചേക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, അതുമാത്രമല്ല ഇതിൻ്റെ ലീവ്സ് എന്ന് പറഞ്ഞാൽ നല്ല ഫ്ലഷി ലീവ്സാണ്. സാധാരണ നമ്മുടെ സക്കിലൻ പ്ലാന്റ് പോലെയൊക്കെയുള്ള വളരെ ഫ്ലഷി ആയിട്ടുള്ള നല്ല രസമാണ് ഇതിൻ്റെ ലീവ്സ് കാണാൻ വേണ്ടിയിട്ട്. നല്ല വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള കുഞ്ഞി കുഞ്ഞി ലീവ്സാണ് നമ്മുടെ ഈ ടാങ്കിൾഡ് ഹാർട്ട് പ്ലാന്റിനുള്ളത്. ഇതിന് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. പിന്നെ പ്രത്യേകിച്ച് കെയർ ഒന്നും വേണ്ട, നമ്മുടെ സാധാരണ ഹാങ്ങിങ് പ്ലാന്റ്സിനൊക്കെ കൊടുക്കുന്ന അതേ കെയർ മതി. പിന്നെ ഇത് നമ്മൾ തണ്ട് മുറിച്ച് വെക്കുകയാണെങ്കിൽ പുതിയ പുതിയ ബ്രാഞ്ചസ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട് വളർന്നു വരും. അതുമാത്രമല്ല കാണാനും നമ്മുടെ ഗാർഡൻ ഒരു അട്രാക്ഷനായിട്ടുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് ഈ ടാങ്കിൾഡ് ഹാർട്ട് എന്ന് പറയുന്ന പ്ലാന്റ്. അന്നേരം ഈ പ്ലാന്റ് നമുക്ക് ഇതേപോലെ കുപ്പിക്കകത്ത് തൂക്കിയിടാൻ പറ്റും. പിന്നെ നിലത്ത് നടാനും വളരെ നല്ല പ്ലാന്റാണ് നമ്മുടെ ഈ ടാങ്കിൾഡ് ഹാർട്ട്. അടുത്ത ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ, ഇത് ഞാൻ റിവേഴ്സ് പ്ലാന്റാണ്. ഇത് ഇതേപോലെ ഒരു ഹാങ്ങിങ് പോട്ടിൽ ഞാൻ റിവേഴ്സായിട്ട് തൂക്കിയിട്ടിരിക്കുകയാണ്. കണ്ടാൽ തോന്നും ഇതെന്തോ തിരിഞ്ഞു കിടക്കുകയാണോ. ഓ ബ്യൂട്ടിഫുൾ, ലുക്ക് അറ്റ് ദിസ്. ഇത് കണ്ട നല്ലൊരു മൂത്ത് ബട്ടർഫ്ലൈ ഇവിടെ ഇരിക്കുകയാണ്. അതിനെ തൊട്ടിട്ട് പോലും അത് അനങ്ങുന്നില്ല. നല്ല രസമുണ്ട് അതിൻ്റെ ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈ. അന്നേരം നമ്മുടെ ഈ പ്ലാന്റ് ഇങ്ങനെ റിവേഴ്സായിട്ട് തൂക്കിയിട്ടിരിക്കുകയാണ്. കാണാൻ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ആ ഒരു ലീഫും അതിൻ്റെ സ്ട്രക്ചറും ഒക്കെ കാണാൻ നല്ല ഒരു പ്ലാന്റാണിത്. അതിൻ്റെ ഈ താഴ്ഭാഗം കണ്ടോ, ഒരു കുഞ്ചലം തൂക്കിയിട്ടേക്കുന്ന പോലെ, മുടിയൊക്കെ പിന്നിയിട്ടേക്കുന്ന പോലെ കിടക്കും. വളരെ നല്ലൊരു പ്ലാന്റാണ് ഇത്. ഞാൻ ഒരു നഴ്സറിയിൽ പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിയതാണ്. ആകെ ഈ ഒരു പ്ലാന്റേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അന്നേരം അവർക്കിതിൻ്റെ പേര് കറക്റ്റായിട്ടൊന്നും അറിയത്തില്ല കേട്ടോ. അന്നേരം നല്ലൊരു പ്ലാന്റാണ് ഇത്. നമുക്ക് ഹാങ്ങിങ്ങിന് വളരെ നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ അടുത്തത് നമ്മുടെ വാണ്ടറിങ് ജോ എന്ന് പറയുന്ന പ്ലാന്റ്, അല്ലെങ്കിൽ സെബ്രീന പ്ലാന്റ് എന്ന് പറയും. അതായത് അതിൻ്റെ ആ ലീഫിൻ്റെ ആ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സിൽവർ സ്ട്രൈപ്സ് വരും. അതുപോലെ ചെറിയ ലീവ്സ് ആണെങ്കിൽ ആ മജൻറ്റ കളറിലാണ് അതിൻ്റെ സ്ട്രൈപ്സ്. പക്ഷേ ആ ഒരു ലീഫ് മെച്യൂർ ആവും തോറും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു സിൽവർ കളർ സ്ട്രൈപ്സും ഗ്രീൻ കളറുമാണ്. ഇതിൻ്റെ അടിഭാഗത്ത് ഒരു മജൻറ്റ കളറുമാണ് ഈ സെബ്രീന പ്ലാന്റ് ഒരു പ്രത്യേകത. പിന്നെ ഇതിൻ്റെ ലീവ്സ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ഫ്ലഷി ലീവ്സാണ്. പിന്നെ ഇത് നമുക്ക് ഈസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തെടുക്കാം. അതായത് നല്ല മഴക്കാലത്തൊക്കെ ഇത് മുറിച്ച് നമ്മൾ വെക്കുകയാണെങ്കിൽ പുതിയ പ്ലാന്റ്സ് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിന് ഏറ്റവും നല്ലതുപോലെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റിയത് മഴക്കാലത്താണ്. കാരണം മഴക്കാലത്ത് ഒരു കേടും കൂടാതെ ഇത് ഇഷ്ടം പോലെ ഇങ്ങനെ പെട്ടെന്ന് ഗ്രോ ആകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ മഴക്കാലത്ത് ഈ പ്ലാന്റ് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റിയ ടൈമാണ് ഈ സെബ്രീന പ്ലാന്റ്സ്. അന്നേരം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻസ് നിങ്ങൾ അറിയിക്കുക. എന്തെങ്കിലും വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ സെബ്രീന പ്ലാന്റ് ഗ്രൗണ്ട് കവറായിട്ട് നടാനും വളരെ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റ്സിലെല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലാന്റാണ് ടർട്ടിൽ വൈൻ പ്ലാന്റ്സ് കാണിച്ചില്ലെങ്കിൽ എന്ത് ഹാങ്ങിങ് ഇതല്ലേ. അന്നേരം ഹാങ്ങിങ് പ്ലാന്റ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട്, അതായത് വളരെ ഈസി ആയിട്ട് നല്ലതുപോലെ തഴച്ചു വളരുന്ന ഒരു ഹാങ്ങിങ് ചെടിയാണ് ഈ ടർട്ടിൽ വൈൻ പ്ലാന്റ്. ആർക്കും വാങ്ങി ഈസി ആയിട്ട് വളർത്താൻ പറ്റും. ഒരുപാട് കെയർ ഒന്നും വേണ്ട. വളരെ ഈസി ആയിട്ട് വളർത്തുന്ന ടൈപ്പ് പ്ലാന്റാണ് ഈ നമ്മുടെ ടർട്ടിൽ വൈൻ പ്ലാന്റ്. ഇത് നമുക്ക് ഗ്രൗണ്ട് കവറായിട്ട് നിലത്ത് സ്പ്രെഡ് ചെയ്ത് ഒരു ലോൺ പോലെ നടാനും നല്ല ഓപ്ഷനാണ് ഈ ടർട്ടിൽ വൈൻ പ്ലാന്റ്സ്. ടർട്ടിൽ വൈൻ പ്ലാന്റ്സിൻ്റെ തന്നെ വേറെ ഒരു പർപ്പിൾ കളർ പ്ലാന്റ് ഉണ്ട്. അത് ഞാൻ ഇന്ന് കാണിക്കുന്നില്ല, വേറെ അടുത്തൊരു വീഡിയോയിൽ ഈ നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ തന്നെ ഒരു പാർട്ട് 2 കൂടെ ഞാൻ കാണിക്കുന്നുണ്ട്. കുറച്ച് പ്ലാന്റ്സും കൂടി കാണിക്കാനുണ്ട്. അന്നേരം
അതിൻ്റെ അകത്ത് ഞാൻ കാണിക്കാം. ഇതിൻ്റെ പർപ്പിൾ, അതായത് കലീസിയ റെപ്പൻസ് എന്ന് പറയുന്ന വേറൊരു പ്ലാന്റ്. അന്നേരം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മുടെ ഈ ടർട്ടിൽ വൈൻ. ടർട്ടിൽ വൈൻ ഞാൻ കൊക്കഡമായിൽ നട്ടിട്ടുണ്ട്. അതാണ് ഇത് ഞാൻ കൊക്കഡമായിലാണ് ഈ ഒരു ടർട്ടിൽ വൈൻ സെറ്റ് ചെയ്തേക്കുന്നത്. കൊക്കഡമായുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ കാണാൻ പറ്റും. ഓക്കെ, അന്നേരം ഇങ്ങനെ നട്ടാലും നമ്മുടെ ഈ ഒരു ടർട്ടിൽ വൈൻ നല്ലതുപോലെ കിളിച്ച് നല്ല ഭംഗിയിൽ കിടക്കുന്നതാണ് എനിക്ക് മനസ്സിലായത്. അന്നേരം ടർട്ടിൽ വൈൻ നമുക്ക് ഈ ഒരു രീതിയിൽ നടാൻ പറ്റും. അന്നേരം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ്, ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു, കമൻറ്റ് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, പിന്നെ ഹാങ്ങിങ് പ്ലാന്റ്സ് നമ്മൾ എപ്പം വളർത്തിയാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വാട്ടറിങ് ചെയ്യാൻ മറന്നു പോകും. കാരണം ഈ പ്ലാന്റ് നല്ല വെയിലിലൊക്കെയാണ് കിടക്കുന്നതെങ്കിൽ പെട്ടെന്ന് വാടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ, കാരണം കുറച്ച് മണ്ണിലല്ലേ നമ്മൾ ഈ ഹാങ് ചെയ്തിടുന്നതൊക്കെ. അന്നേരം നമ്മൾ എപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കാൻ മറന്നു പോകരുത്. ഇൻ കേസ് വെള്ളം നമ്മളൊരു സ്പ്രേ ബോട്ടിലാണെങ്കിലും എല്ലാ ദിവസവും വൈകിട്ട് കുറച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ പ്ലാന്റ്സിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്. അതുമാത്രമല്ല, എന്തെങ്കിലും ഫെർട്ടിലൈസേഴ്സ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും ഒക്കെ നല്ലതാണ്. എസ്പെഷ്യലി ഓർക്കിഡ്സിനൊക്കെ ആണെങ്കിൽ വാട്ടർ ഫെർട്ടിലൈസർ ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഒരുപാട് നല്ലതാണ്. പ്ലാന്റ്സ് പൂക്കാനും അതിൻ്റെ ആരോഗ്യത്തിനും ഒക്കെ നല്ലതാണ്. NPK, ഒരു സ്പൂൺ NPK എടുത്ത് ഒരു ബോട്ടിൽ വെള്ളത്തിൽ കലക്കി നമ്മൾ പ്ലാന്റ്സിനൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഗ്രീനും ലഷായിട്ടും വരികയും നല്ലതുപോലെ പൂക്കാനും ഒക്കെ അത് സഹായിക്കും. ഇന്ന് കണ്ടോ, ഇപ്പോൾ എൻ്റെ ഗാർഡനിൽ വന്ന ഒരു ബട്ടർഫ്ലൈ ആണ്. അത് തേൻ കുടിക്കാനായിട്ട് വരുന്നതാണ്. നമ്മുടെ പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ എസ്പെഷ്യലി ഇഷ്ടം പോലെ ബട്ടർഫ്ലൈസ് വരും. അന്നേരം അത് കാണാൻ തന്നെ എന്ത് ഭംഗിയാണ് ഈ ബട്ടർഫ്ലൈസിനെ, അല്ലേ? അന്നേരം ഞാൻ ഇന്ന് ബട്ടർഫ്ലൈ വന്നതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എനിക്കറിയാം. ഇതുപോലെ ബട്ടർഫ്ലൈസും തേനീച്ചയും ഒക്കെ വരും ധാരാളം. അന്നേരം വളരെ കുറച്ച് സ്ഥലമേ നമുക്കുണ്ടെങ്കിലും ഉള്ളുവെങ്കിൽ നമ്മൾ കുറച്ച് ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കുക. അത് വളരെ നല്ലതാണ്. അതായത് നമ്മൾ വീടിനുള്ളിലും ഇൻഡോർ പ്ലാന്റ്സ് നടുന്നതും വളരെ നല്ലതാണ്. ഓക്സിജനൊക്കെ നമുക്ക് പ്ലാന്റ്സ് നല്ല എയർ പ്യൂരിഫൈ ചെയ്യാനും ഒക്കെ നമുക്ക് പ്ലാന്റ്സ് നടുന്നത് മൂലം കുറേ അധികം നമ്മുടെ പൊല്യൂഷനും ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ വീടിനുള്ളിൽ തന്നെ കെമിക്കൽസും പോയ്സണും ഒക്കെ മാറ്റാനും ഒക്കെ ഈ പ്ലാന്റ്സ് ഒക്കെ വളരെ നല്ലതുപോലെ സഹായിക്കും. അങ്ങനെ പ്ലാന്റ്സ് ഒക്കെ നട്ടുപിടിപ്പിക്കുന്ന ഒരു പരിധി വളരെ നല്ലതാണ്. നമുക്ക് ഫ്രഷ് എയർ ബ്രീത്ത് ചെയ്യാൻ പറ്റും. അതുപോലെ നല്ല ഓക്സിജനും ഒക്കെ കിട്ടും പ്ലാന്റ്സ് നടുന്നത് മൂലം. അന്നേരം ഒരു ദിവസം എല്ലാവർക്കും സമയമുള്ളവരൊക്കെ സമയം കണ്ടെത്തി നമ്മൾ ചെടികളെയൊക്കെ പരിപാലിക്കുക. അതാണ് അതിൻ്റെ ഒരു രസം. അന്നേരം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. ഹാങ്ങിങ് ചെടികൾ, വേറെ ഏതെങ്കിലും ചെടികൾ നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ ചെടി ഏതാണെന്ന് കൂടി കമൻറ്റ് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ഞാൻ കണ്ടെത്തി എങ്ങനെയെങ്കിലും നിങ്ങൾക്കത് കാണിച്ചു തരാൻ ശ്രദ്ധിക്കാം. ഓക്കെ, അന്നേരം താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ബൈ.